രവി, ആ കട്ടയാർന്ന് മാറ്റിയിട്. അവിടെ കൊണ്ടിട്ടാലേ ആ പണിക്കാർക്ക് ബുദ്ധിമുട്ടാവും. അതുപോലെ ആ പൂഴി അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റാൻ പറയണം. എന്നാലും ഗോപാലനുണ്ടല്ലോ, ഇത്ര പെട്ടെന്ന് മരിക്കുന്നുള്ളതുണ്ടല്ലോ, സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. എന്നായിട്ട് സംസാരിച്ചിട്ട് പുള്ളിയുടെ വീട്ടിൽ കയറിയതാണ്. നേരം പുറത്തപ്പം ഞാൻ അറിയണ പുള്ളി മരിച്ചെന്നാണ്. എന്തൊരു ലോകമാണ് ഇപ്പം. ഇത് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ ഇന്നലെ നോക്കി. അതെയാ? ഞാൻ ഇന്നലെ ഈ വീട്ടിന്റെ ഓരോ സാധനങ്ങൾക്ക് വേണ്ടി ഭയങ്കര ഓട്ടായിരുന്നു. എന്തായാലും തറ പൊക്കി പണിത് നന്നായി. വെള്ളം എടുക്കില്ലല്ലോ. എല്ലാം നോക്കണ്ടേ? അതെ അതെ. എന്നാ ശരി. അല്ല മാഷേ, ഇത് മാഷിന്റെ സ്ഥലമായിരുന്നല്ലേ? ഓ, എന്റെ സ്ഥലമായിരുന്നു. പിന്നെന്തിനാ ഇത് വിറ്റത്? അതിന്റെ കഥയൊന്നും പറയണ്ട സുമേഷ്. അതെന്താണ്? എന്റെ സ്കൂളിൽ ആകെ 100 കുട്ടികളുടെ സീറ്റുള്ളൂ. അതിൽ 5000 ചില്ലാൻ അപേക്ഷകൾ. ഈ അപേക്ഷകൾ മുഴുവനെ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ കമ്പ്യൂട്ടറിൽ കയറ്റണം. അതിലൊരു കുട്ടിയുടെ പേര് വിട്ടുപോയി. അയ്യോ, ഇത് ഭയങ്കര പ്രശ്നമായി. ജോലി പോവാതിരിക്കണമെങ്കിൽ 12 ലക്ഷം രൂപ ഞാൻ അവർക്ക് കൊടുക്കണമെന്ന്. അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലം ഞാൻ വിറ്റത്. ഇല്ലെങ്കിൽ ഞാൻ വിൽക്കുവോ? ഇപ്പം എനിക്ക് തോന്നുകയാണ് ജോലി പോയാലും വേണ്ടിയിരുന്നില്ല, ആ സ്ഥലം വിൽക്കണ്ടായിരുന്നു. അതെന്താണ്? എന്താ സുമേഷ് ഏട്ടാ, ഇത് ഒരുപാട് ഉത്തരവാദിത്തമുള്ള പണിയാണ്. ഇതാണ് ഒഴിവാക്കിയിട്ട് വല്ല പെട്ടിക്കട ഇട്ടാലോ എന്നപ്പം ഞാൻ ആലോചിക്കുന്നത്. മാഷ് പറഞ്ഞത് നേരാണോ? ഇതെങ്കിലേ നമുക്കൊരു പെട്ടിക്കട അങ്ങനെ തുടങ്ങാം. നമ്മൾ ഗോപാലനല്ലേ മരിച്ചുപോയാ, അവന്റെ കട വെറുതെ കാലിയായി കിടപ്പാണ്. സുമേഷ് ഏട്ടാ, ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു പോയതല്ലേ. മാഷ് പറ്റിയ പണി തന്നെയാണ്. മാഷ് അത് കറക്റ്റ്. എല്ലാ കാര്യം ഞാൻ ചെയ്തുതരാം. കടയിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിത്തരാം. മാസം അവിടെ ഇരുന്നാ മതി. എന്തൊരു കഷ്ടാണെന്ന് നോക്കണേ സാർ. എന്താ തരയുന്നു? ഞാൻ എൻ്റെ ചുവന്ന മനുഷ്യരുടെ പേന നോക്കുകയാണ്. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ എഴുതിയതല്ലേ. അല്ല, ഇപ്പം എന്തിനിപ്പോൾ ചുവന്ന മനുഷ്യരുടെ പേന? അപ്പോൾ ഈ ക്യാഷ് ബുക്ക് കംപ്ലീറ്റ് ചെയ്യണ്ടേ? ഇനിയിപ്പോൾ താഴത്തെങ്ങാനും വീട്ടിലുണ്ടാവും. താഴത്ത് വീഴാൻ ഒരു കാരണമില്ലല്ലോ. സാറെ ഫോണത് ബെല്ലടിക്കുന്നത് എടുക്കും. ആ ഫോണ് മാഷ് എടുക്ക്. അതെന്താ? അത് RDD ആയിരിക്കും. RDD എന്ന് പറഞ്ഞാൽ? RDD എന്ന് പറഞ്ഞാൽ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ. അതെയോ? മാഷ് വേണ്ട, സാർ എടുത്താൽ മതി. അല്ല, മാഷ് അത് എടുക്കൂ, ഒരു ഗമയല്ലേ. എന്തിനാ ഞാൻ വെറുതെ ആ സാറിൻ്റെ വായിലിരിക്കുന്ന തെറിയാക്കാൻ നിൽക്കുന്നത്? എന്നാ പിന്നെ താൻ എൻ്റെ ചുവന്ന മനുഷ്യ പേന എവിടെ നോക്ക്. അത് ഞാൻ നോക്കാം. ഹലോ, അതെ, GHSS പ്ലാങ്കോടാണ്. പ്രിൻസിപ്പലാണ് സംസാരിക്കുന്ന. ആരാ? എന്താ? എങ്ങനെ? സെക്കൻഡ് സയൻസ് A ബാച്ചിലെ? അതെന്ത് പറ്റി? ആണോ? ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ആ കുട്ടിയുടെ ക്ലാസ് ടീച്ചറുമായിട്ട് സംസാരിക്കട്ടെ. അല്ല, സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിച്ച് ശരിയാക്കാം. ഞാനത് ശരിയാക്കി തരാം. അതുപോലെ ശരി ശരി, ഓക്കെ. ഇതാകെ തലവേദനയാണ്. എന്ത് സാറേ? അതെ, ആ സെക്കൻഡ് ഇയർ സയൻസ് ബാച്ചിലെ കല എന്ന് പറഞ്ഞ പെൺകുട്ടിയില്ലേ, ഉണ്ട്. ആ പെൺകുട്ടിയെ ചായക്കടയിൽ വെച്ചിട്ട് ആരൊക്കെ കമന്റ് അടിച്ചെന്ന്. ഇനി ഞാൻ ചായക്കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്നായി പറയുന്നത്. സത്യത്തിൽ എന്റെ പണി എന്താ അവിടെ? അല്ല സാറേ, ഈ കല എന്ന് പറഞ്ഞ കുട്ടി ഇപ്പം എന്തിനാ ചായപ്പീടിയിൽ പോയത്? അവൾ എന്തിനാ ചായപ്പീടിയിൽ പോയത്? എന്നോട് പറഞ്ഞിട്ടാണോ പോയത്? അല്ല, താൻ എന്റെ ആ ചുവന്ന മഷിപ്പേന എവിടെ ഉണ്ടോ നോക്കണോ? അതല്ലേ ഇരിക്കണേ ഇവിടെ. ഇതാ. എന്നാ പിന്നെ തനിക്കിത് വന്നോടുമ്പോ പറയാത്തില്ലോ. വെച്ചോടത്ത് നോക്കണം, നല്ല കിട്ടുള്ളത്. ഇതെങ്ങനെ അവിടെ വന്നു? ഒന്നാമത് സാർക്ക് ഈയിടെയായിട്ട് ഭയങ്കര ഓർമ്മക്കുറവാണ്. എനിക്ക് ഓർമ്മക്കുറവാണ്. എനിക്ക് എന്താ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാറേ, എൻ്റെ PF അഡ്വാൻസേ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടുമോ? എൻ്റെ പൊന്നു സുഗത, ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ, അല്ലേ? ഞാൻ ചെയ്യുന്ന ജോലികളൊക്കെ താനും കാണുന്നതല്ലേ. താനൊരു കാര്യം ചെയ്യും, തൻ്റെത് എത്ര വെച്ചാൽ കണക്കൂട്ടിയിട്ട് എന്നോട് പറ, ഞാനത് ചേർത്തോളാം. അല്ല, അതിൽ ഈ PFൻ്റെ അക്കൗണ്ട് കണക്കൂട്ടാൻ എനിക്ക് അറിയില്ല. കണക്കൂട്ടാൻ അറിയില്ലാന്നോ? അപ്പോൾ താനെന്താ കുട്ടികളെ പഠിപ്പിക്കുന്നത്?
മാത്തമാറ്റിക്സ്. ഏ മാത്തമാറ്റിക്സ്. ആ പിന്നെ ഇത് കൂട്ടാനത് അത്ര വലിയ പാട്? അല്ല, ഈ PFന്റെ കണക്ക് ഈ സിലബസിൽ ഇല്ല, അതാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, താൻ പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് പോവാം. ഞാൻ കണക്കൂട്ടിയിട്ടൊക്കെ വരുമ്പോഴേക്കും 2 ആഴ്ച പിടിക്കും. 2 ആഴ്ചയോ? അയ്യോ, അങ്ങനെ പറയല്ലേ സാറേ. ആ കാശ് കിട്ടിയിട്ട് എനിക്ക് വേറെ കുറച്ച് പരിപാടികളാണ്. എൻ്റെ പൊന്ന് സുഗതം സാറേ, ഞാൻ ഒറ്റ ഒരുത്തവിടെ കടന്ന് ചക്രശ്വാസം വലിക്കണത് നിങ്ങൾ കാണുന്നതല്ലേ? നിങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ നിൽക്കരുത്. കണക്കൂട്ടാൻ അറിയാത്തൊരു കണക്ക് മാഷും കുറെ കുട്ടികളും. ഒരു 3 ദിവസം കൊണ്ട് ശരിയാക്കി തരും. എൻ്റെ പൊന്ന് സുഗതം സാറേ, നിങ്ങൾ ദയവ് ചെയ്തൊന്ന് പോവോ? ഞാൻ ഇതൊന്ന് എഴുതി തീർക്കട്ടെ. ആ എന്താണ് എന്താ കാര്യം? ഹ്യൂമാനിറ്റീസിലെ ഒരു കൊച്ചു ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്തിന്? എന്തിന്? എന്തിനാടാ നീയൊക്കെ ഇങ്ങോട്ട് പഠിക്കാനാന്നും പറഞ്ഞു വരുന്നത്? ടീച്ചർമാരെ കൊല്ലാനോ? എടാ അങ്ങനെ വല്ല മോഹം ഉണ്ടെങ്കിൽ നീ വീട്ടിൽ പോയി ചെയ്യണം. അതൊക്കെ പള്ളിക്കുടത്തിൽ വന്നാണോ ആത്മഹത്യ ചെയ്യാൻ പോണത്? എന്റെ അച്ഛൻ ദുബായിലാ. അവിടെ അയച്ചു കൊടുത്ത മൊബൈലും കൊണ്ടാണ് ഈ കളി. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തുണ്ടോ മാസേത് മൊബൈലും കൊണ്ട് വരുന്നത് നമ്മുടെ സ്കൂളിൽ? മൊബൈൽ മാത്രമല്ല, എന്റെ ATM കാർഡുണ്ട് 2 എണ്ണം. ക്ലാസ്സിലൊരു അനുസരണ ഇല്ലാത്ത വഴക്ക് പറയണ്ട. അവന് വിഷമവും വിഷമായ ബ്ലേഡ് എടുക്കും. എനിക്ക് കയ്യും കാലം കൊത്തും ഞങ്ങള് നോക്കിയോ ഉണ്ടാക്കി വെച്ചിട്ട് നിൽക്കുക. ഈ ചെക്ക ആത്മഹത്യ വേണ്ടി ബ്ലേഡ് എടുത്ത് മണ്ടു മാഡം ബോധം കെട്ടു. ഏത് ചെക്കപ്പനാ? മോനെ, എന്തിനാ മോനെ നീ ആത്മഹത്യക്ക് ശ്രമിച്ചത്? സാറേ, ഞാൻ ക്ലാസ്സിൽ മൊബൈൽ കളിച്ചോണ്ടിരിക്കണ നേരത്തെ. മൊബൈലോ? അപ്പൊ സ്കൂളിൽ മൊബൈൽ കൊണ്ടുവരാൻ പറ്റില്ല നിനക്ക് അറിഞ്ഞൂടെ? ആ എന്നിട്ട് അത് പോട്ടെ, എന്താണത്? ശരി പറ. ഞാൻ ക്ലാസ്സിലിരുന്ന് മൊബൈൽ കളിക്കുന്ന നേരത്തെ ഡുണ്ടു ടീച്ചർ വന്നുണ്ട് എന്റെ മൊബൈൽ വാങ്ങിച്ചോണ്ടും പോയി. ഡുണ്ടു ടീച്ചറാ? നമ്മുടെ സ്കൂളിലാരാ ഡുണ്ടു ടീച്ചർ? മണ്ടു ടീച്ചർ മൊബൈൽ വാങ്ങിച്ചോണ്ടും പോയി. ഞാൻ അപ്പുറത്തെ ദേശത്തിൽ പറഞ്ഞാണ് ബ്ലേഡ് എടുത്ത് കൈ മുറിച്ച് ആത്മഹത്യ ചെയ്യുന്നു. എന്നിട്ട് എന്താ നീ ആത്മഹത്യ ചെയ്യാത്തത് ഇപ്പോ? അപ്പോഴേക്കും ഡുണ്ടു ടീച്ചർ ബോധം കെട്ട് വീണു. മണ്ടു ടീച്ചർ ബോധം കെട്ട് വീണു? മണ്ടു ടീച്ചർ ബോധം കെട്ട് വീണു. അതുകൊണ്ട് പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അവൻ ആര് കാണാൻ ആത്മഹത്യ ചെയ്യണത്? അല്ല, പിന്നെ അവൻ ആത്മഹത്യ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ആത്മഹത്യയുടെ ഇപ്പൊ ടീച്ചർക്ക് ബോധമുണ്ടല്ലോ. ഞാൻ എടുത്തോണ്ട് വരാം. മോനെ, ദയവ് ചെയ്ത് നീ ഇനി ആത്മഹത്യക്ക് ശ്രമിക്കരുത്. ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനൊരു പരിഹാരമല്ല. ആണോ? അല്ല. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ സ്കൂളിൽ വരുന്നത്? ആണോ? അപ്പോ ഇനി മോനോട് കാര്യം ചെയ്യും. ഇനി വരുമ്പോ മൊബൈൽ ഫോൺ കൊണ്ടുവന്നോ. എന്നിട്ട് വാട്സാപ്പോ ഫേസ്ബുക്കോ ചാറ്റിങ്ങോ സിനിമയോ ഗെയിമോ എന്ത് വേണമെങ്കിൽ കളിച്ചോ. ഇവരാരും നിന്നെ ഒന്നും പറയില്ല. ആരെങ്കിലും പറഞ്ഞു എന്ന് വന്നാൽ അത് നീ സാറിൻ്റെ അടുത്ത് വന്ന് പറയും. അപ്പൊ സാറ് മാനേജ് ചെയ്തോളാം.